Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha, Kottakkal and UAE. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നീറ്റ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് neet.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി 11th വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 11-ാം തീയതി 9 മണി വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുക. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് റിമിറ്റ് ചെയ്യാൻ രാത്രി 11:50 വരെ സമയമുണ്ട്. നമുക്ക് നീറ്റ് എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാം. ഈ എക്സാമിനേഷൻ 2026 മെയ് 3 നടക്കുക. 3 മണിക്കൂറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളായി 7:20 നടക്കുന്ന എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എയിംസും AFMCയും ജിപ്മറും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളും ഇതിനോടൊപ്പം ഇന്ത്യ മുഴുവനുള്ള അലൈഡ് കോഴ്സുകളും BSc നഴ്സിംഗ് കോഴ്സുകളും BPT കോഴ്സുകളും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത് ഈ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനുശേഷം 2 കൗൺസിലിംഗ് ആണ്. ഒന്ന് ഒരു ഓൾ ഇന്ത്യ കൗൺസിലിങ്ങും മറ്റൊന്ന് സ്റ്റേറ്റ് വൈസ് കൗൺസിലിങ്ങും. ഈ 2 കൗൺസിലിങ്ങിലൂടെയാണ് എല്ലാ കോഴ്സുകൾക്കും, അത് ഗവൺമെൻറ് കോളേജുകളാവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാവട്ടെ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളാവട്ടെ, NRI സീറ്റ് ആകട്ടെ, എല്ലാം അഡ്മിഷൻ ലഭിക്കാൻ നമുക്ക് ആ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ്. ഇതിനോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ MBBS പഠിക്കണമെങ്കിൽ ഈ നീറ്റ് എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ MBBS കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ വന്ന് FMG എക്സാമിനേഷൻ എഴുതി നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ നമ്മുടെ ആൽഫ അക്കാഡമി ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മുടെ കേരളം മുഴുവനുള്ള, അല്ലെങ്കിൽ ഈ നീറ്റ് എക്സാമിനേഷൻ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെയോ ഇന്ത്യ മുഴുവനുള്ളയോ എബ്രോഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരുമാവട്ടെ, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുന്ന അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തുക. വീണ്ടും ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 11 9 PM ആണ്. ഇതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് 10th, 11th, 12th 3 ദിവസങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ 11th വരെ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് എന്നാണ് ഇനി കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുക എന്നുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. തീർച്ചയായും ആ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക, കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഈ ചാനലിലൂടെ എത്തും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റ് എക്സാം മാത്രമല്ല, എൻട്രൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം കൃത്യമായി നിങ്ങളെ എത്തിക്കൊണ്ടിരിക്കാൻ ആൽഫ അക്കാഡമി ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, നീറ്റ് എക്സാമിനേഷന് നല്ല സ്കോർ കരസ്ഥമാക്കണമെങ്കിൽ ഈ ഒരു ഫൈനൽ മൊമെൻറ്റിൽ എത്തുന്ന വിദ്യാർത്ഥികളോടും ഓർമ്മിപ്പിക്കാനുള്ളത്, നന്നായി പഠിക്കുക, നന്നായി മോഡൽ എക്സാമിനേഷൻ എഴുതുക, നല്ല കോൺഫിഡൻസോടെ മുന്നേറുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.